നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഇപ്പോൾ മുതൽ നിങ്ങൾ കാണുന്നു, അപ്പോൾ മുതൽ ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. യാതൊന്നും ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. ഇത് ഒത്തിരി പേരുടെ എനർജീസ് ഒന്നിച്ച് വരുന്നതാണ്. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടേക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് ഇത് നിങ്ങളുടെ റീഡിംഗ് ആകാനായി പ്രാർത്ഥിക്കുക. ഓക്കെ. നിങ്ങളോട് യൂണിവേഴ്സ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ഡെവിൾ എനർജിയാണ്. ഡെവിൾ എനർജി പറയുന്നത് നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും പേഴ്സൺ ഓവറായിട്ട് നിങ്ങളെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളോട് ഓവർ പൊസസീവ്നെസ് ഏർപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളോട് സെൽഫിഷായി ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ഇൻറ്റൻസ് വെച്ചിട്ട് കളിക്കുന്ന, നിങ്ങളുടെ ഫീലിങ്സിന് ഒരു ഇമ്പോർട്ടൻസും തരാത്ത, നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നുണ്ട്. നിങ്ങളോട് അവർ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറുന്നുണ്ടായിരിക്കും. പക്ഷെ അറ്റ് ദ ടൈം മറ്റൊരു മുഖവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്നേഹത്തോടെ സംസാരിച്ചിരിക്കെ അതൊരു ചിലപ്പോൾ ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ വരെ വന്നിട്ടുണ്ടായിരിക്കാം. ആ സ്നേഹത്തോടെ സംസാരിച്ചിരിക്കെ തന്നെ വാക്കുതർക്കങ്ങളും വിഷമങ്ങളോടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകളും പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും കുറേ ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവില്ല. പിന്നെയും എന്തെങ്കിലും കാര്യം പറഞ്ഞ് സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് വരും. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകും. ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് അടുപ്പത്തിലായി കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹം കിട്ടാൻ വേണ്ടി എന്ത് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ധാരാളം നുണകൾ പറയുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ ദ ഡെവിൾ എനർജിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡായിട്ട് നമുക്ക് വന്നിരിക്കുന്ന 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വ്യക്തി മറ്റൊരു ഒരാളുമായിട്ടും റിലേഷനുണ്ട് എന്നതാണ്. കാരണം ഒന്നിൽ മാത്രം തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണക്ഷനുള്ള ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. അത് ബിസിനസ്സിലായാലും റിലേഷനിലായാലും മറ്റൊരു കാര്യത്തിലും കൂടി എപ്പോഴും ശ്രദ്ധ വയ്ക്കുന്ന ഒരാൾ തന്നെയാണ്. ഫിനാൻഷ്യലി ഡീലിങ്സ് നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും ഇടയിൽ അത് നെഗറ്റീവായ ഡീലിങ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ടാവും തേർഡ് പാർട്ടി. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിന് പുറത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തത് 4 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് വാൻസ് എനർജി പറയുന്നത് സന്തോഷത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതായത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയ ഒരു അവസ്ഥയിൽ സന്തോഷം ഷെയർ ചെയ്യുന്നു തേർഡ് പാർട്ടിയുമായി എന്നാണ് കാണാൻ കഴിയുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ പോയതിൻ്റെ ഒരു സങ്കടം ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇതിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പാർട്ടി തിരിച്ചു വരുമോ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ വരുമെന്ന് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷവും ദുഃഖവും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. നമ്മളുടെ ആ ലൈഫിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യണം. ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റോ നെഗറ്റീവായിട്ടുള്ള പേഴ്സണോ നമ്മൾ അറിഞ്ഞുകൊണ്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരിട വരുത്തരുത്. ഇപ്പോൾ ഈ വ്യക്തി നാളെ ഒരിക്കൽ തിരിച്ച് വന്നാലും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൽ പിന്നെയും പോകുന്നതായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണെ വേണോ വേണ്ടയോ അത് മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. വളരെ ആലോചിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ആരും യാതൊന്നും തീരുമാനിക്കരുത്. ഇത് ഒരുപാട് വ്യക്തികളുടെ എനർജികൾ വരുന്ന ഒരു റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാവുള്ളൂ. ജനറൽ റീഡിംഗ് കണ്ടിട്ട് ആരും യാതൊരുവിധ തീരുമാനവും എടുക്കരുത്. ഓക്കെ, താങ്ക് യു.